നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് കരുതലിന്റെ കൈത്താങ്ങായി ലെയോ 14 പാപ്പ അടിയന്തര സഹായമായി €1,00,000 നൽകി. പ്രാർത്ഥനയോടെ വത്തിക്കാൻ. ദുരന്തത്തിൽ വിറങ്ങലിച്ച വെനസ്വേലയ്ക്ക് കരുതലിന്റെ കൈത്താങ്ങായി കത്തോലിക്ക സഭ. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ലെയോ 14 പാപ്പ അടിയന്തര സഹായമായി €1,00,000 അനുവദിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക എൽമോണർ ഓഫീസ് വഴിയാണ് ആദ്യഘട്ട സഹായം അയച്ചത്. വെനസ്വേലയിൽ ഉണ്ടായ ശക്തമായ 2 ഭൂചലനങ്ങളാണ് വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായത്. നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെട്ടിടങ്ങൾ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുകയാണ്. പ്രാദേശിക സഭയുടെ ആവശ്യങ്ങൾ വിലയിരുത്തി കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും വത്തിക്കാൻ അറിയിച്ചു. വെനസ്വേലയിലെ അപ്പസ്തോലിക് നൂൻഷോ ആർച്ച് ബിഷപ്പ് ആൽബർട്ടോ ഓർഗെറ്റ മാർട്ടിൻ, കാരക്കസ് ആർച്ച് ബിഷപ്പ് റൗൾ ബിയോട്ട് കാസ്റ്റിലോ എന്നിവരുമായി ഏകോപനം നടത്തി സഹായപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ദുരിതബാധിതരോടുള്ള ആത്മീയ അടുപ്പവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നതാണ് പാപ്പയുടെ നടപടി. മനുഷ്യരുടെ വേദനയിൽ സഭ കൂടെയുണ്ടെന്ന സന്ദേശമാണ് ഈ സഹായത്തിലൂടെ നൽകുന്നത്. വെനസ്വേലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിശപ്പിനേക്കാൾ വേഗത്തിൽ യുദ്ധങ്ങൾ വളരുന്നു. ലോക നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി ലെയോ 14 പാപ്പ. റോമിലെ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആസ്ഥാനം സന്ദർശിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പാപ്പായുടെ വാക്കുകൾ. ലോകത്തിന്റെ മുൻഗണനകൾ മാറണമെന്നും സന്ദേശത്തിൽ ലെയോ പാപ്പ. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ വിശപ്പിന്റെ വേദന അനുഭവിക്കുമ്പോൾ യുദ്ധങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ കൊടുക്കുന്ന ആഗോള സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ലെയോ 14 പാപ്പ. ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആസ്ഥാനം സന്ദർശിച്ച പാപ്പ വിശപ്പിനെതിരായ പോരാട്ടം മനുഷ്യാന്തസ്സിനും സമാധാനത്തിനും അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. ഭക്ഷണം ലഭിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണെന്നും റോമിലെ WFP ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ പാപ്പ പറഞ്ഞു. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ വിശക്കുന്ന മനുഷ്യരെ സഹായിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ തടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്നത് ലോകത്തിന്റെ തെറ്റായ മുൻഗണനകളെയാണ് കാണിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വിശപ്പിനെ ഇല്ലാതാക്കുക എന്നത് സമാധാനത്തിലേക്കുള്ള വഴിയാണെന്ന സന്ദേശം ആവർത്തിച്ച പാപ്പ ഭക്ഷ്യസുരക്ഷ ലോകസുരക്ഷയുടെ പ്രധാന ഘടകമാണെന്നും വ്യക്തമാക്കി. സംഘർഷങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് പാപ്പയുടെ ഈ സന്ദർശനം. വിശക്കുന്നവരുടെ നിലവിളി കേൾക്കാനും ആയുധങ്ങൾക്ക് പകരം മനുഷ്യജീവന് മുൻഗണന നൽകാനും ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലെയോ പാപ്പ WFP സന്ദർശനം പൂർത്തിയാക്കിയത്. പ്രത്യാശയോടും സ്നേഹത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ എല്ലാ സാഹചര്യങ്ങളിലും സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ലെയോ പാപ്പ. നയരൂപീകരണത്തിലൂടെയോ സാങ്കേതിക വിദ്യകളിലൂടെയോ അല്ല സുവിശേഷവൽക്കരണം യഥാർത്ഥത്തിൽ ഉറവെടുക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ക്രിസ്തുവിനോടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് പ്രത്യാശയോടും സ്നേഹത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി എല്ലാ സാഹചര്യങ്ങളിലും സുവിശേഷത്തിന് സാക്ഷികളാകാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ലെയോ 14 പാപ്പ. നയരൂപീകരണത്തിലൂടെയോ സാങ്കേതിക വിദ്യകളിലൂടെയോ അല്ല സുവിശേഷവത്കരണം യഥാർത്ഥത്തിൽ ഉറവെടുക്കുന്നത്. പ്രാർത്ഥനയിലും നിശബ്ദതയിലും ധ്യാനത്തിലും വളർത്തിയെടുക്കുന്ന ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെയാണെന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നൽകിയ സന്ദേശത്തിൽ പാപ്പ വ്യക്തമാക്കി. യേശു തന്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുന്ന സുവിശേഷഭാഗത്തെ ആധാരമാക്കിയാണ് പാപ്പ വിചിന്തനങ്ങൾ പങ്കുവച്ചത്. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിനെന്ന സുവിശേഷ വചനം സുവിശേഷ പ്രഘോഷണം എന്നാൽ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായും പാപ്പ വ്യക്തമാക്കി. സുവിശേഷം ആദ്യം വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ വിശ്വാസയോഗ്യമായി അത് പ്രഘോഷിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പാപ്പ പറഞ്ഞു. സാങ്കേതിക വിദ്യകൾക്കും ഉപകരണങ്ങൾക്കും അപ്പുറം ഏതൊരു അപ്പോസ്തോലിക ദൗത്യത്തിന്റെയും ശക്തി നമ്മിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലും നമ്മുടെ പ്രതികരണത്തിന്റെ ആധികാരികതയിലുമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. ധ്യാനം എന്നത് ആത്മീയമായ വരേണ്യവർഗത്തിന് മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒന്നാണെന്ന് നാം കരുതരുത്. ദൈനംദിന തിരക്കുകൾക്കിടയിലും ദൈവത്തെ ശ്രവിക്കുവാനും നമ്മുടെ സന്തോഷങ്ങളും ആകുലതകളും അവിടുത്തെ ഭരമേൽപ്പിക്കുവാനും അവിടുത്തെ സാന്നിധ്യത്തിൽ ജീവിതം വിലയിരുത്തുവാനുമായി നാം കണ്ടെത്തുന്ന നിശബ്ദതയുടെ നിമിഷങ്ങളിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. അത്തരം നിമിഷങ്ങൾ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബോധ്യമുള്ളതും ദൃഢവുമാക്കി മാറ്റും. തൽഫലമായി സുവിശേഷത്തിന്റെ വെളിച്ചം എല്ലാ സാഹചര്യങ്ങളിലും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന
വിശ്വസ്തവും സ്വതന്ത്രരുമായ പ്രേക്ഷിതരായി നാം മാറുന്നു. വചനം സ്വീകരിക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും സാക്ഷ്യം നൽകാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. ശത്രുതയും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന സഭാ സമൂഹങ്ങളെ അഭിസംബോധന ചെയ്താണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിരാശയ്ക്കും ഭയത്തിനും കീഴടങ്ങുവാനുള്ള പ്രലോഭനം അന്ന് വലുതായിരുന്നു. അന്നും ഇന്നും യേശുവിന്റെ പ്രബോധനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതും അവിടുത്തെ വചനം പ്രഘോഷിക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതാണ്. വെറുപ്പിന് സ്നേഹം കൊണ്ടും അഹങ്കാരത്തിന് ശാന്തത കൊണ്ടും നിരാശയ്ക്ക് നിശ്ചയദാർഢ്യം കൊണ്ടും മറുപടി നൽകുക എന്നത് പ്രയാസകരമാണ്. അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രേക്ഷിത ദൗത്യത്തിന്റെയും വേരുകൾ ഉറപ്പിക്കേണ്ടത് നമ്മുടെ ക്രിസ്തുവുമായുള്ള ഉറ്റ ബന്ധത്തിലാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമായ എവാഞ്ചലി ഗൗദിയാത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ വ്യക്തമാക്കി, ലോകത്തിന് ഇന്ന് ഏറെ ആവശ്യമായ പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ വിളിക്ക് അനുസൃതമായി പ്രേക്ഷിത ശിഷ്യരായി ജീവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടായിരുന്നു പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചത്. വത്തിക്കാന്റെ നിർണായക തീരുമാനം. ദിവ്യബലി മധ്യേ അൽമായർക്ക് വചന സന്ദേശം നൽകാൻ അനുമതിയില്ല. ജർമ്മൻ ബിഷപ്പുമാരുടെ ആവശ്യത്തിന് വത്തിക്കാന്റെ മറുപടി. പരിശുദ്ധ കുർബാന മധ്യേ നടക്കുന്ന വചനപ്രഘോഷണം നടത്താൻ അൽമായർക്ക് അനുമതിയില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. അഭിഷിക്തരായ വൈദികർക്കും ഡീക്കന്മാർക്കും മാത്രം സംവരണം ചെയ്തിരിക്കുന്ന നിലവിലെ സഭാ നിയമം തുടരുമെന്നും വത്തിക്കാൻ അറിയിച്ചു. ജർമ്മൻ ബിഷപ്പുമാരുടെ സമിതി നൽകിയ അഭ്യർത്ഥനയാണ് വത്തിക്കാൻ നിരസിച്ചത്. പ്രത്യേക സാഹചര്യങ്ങളിൽ യോഗ്യതയുള്ള അൽമായർക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ വിശ്വാസികൾക്കും പരിശുദ്ധ കുർബാനയ്ക്കിടെ വചന സന്ദേശം നൽകാൻ അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. വത്തിക്കാന്റെ ആരാധനാക്രമത്തിനും കൂദാശകൾക്കുമായുള്ള ഡിക്കാസ്ട്രിയാണ് തീരുമാനം അറിയിച്ചത്. വചന സന്ദേശം ഒരു സാധാരണ ഭരണപരമായ നിയമമല്ലെന്നും ദിവ്യബലിയുടെ ആരാധനാ സ്വഭാവവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നും ഡിക്കാസ്ട്രി വ്യക്തമാക്കി. സഭയുടെ പഠനപ്രകാരം പരിശുദ്ധ കുർബാനയിൽ വൈദികൻ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനാൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രത്യേക ഉത്തരവാദിത്തം അഭിഷിക്ത ശുശ്രൂഷകരോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേസമയം പരിശുദ്ധ കുർബാനയ്ക്ക് പുറത്തുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിലും മറ്റ് വിശ്വാസപരമായ സംഗമങ്ങളിലും അൽമായർക്ക് പ്രഭാഷണങ്ങളും ആത്മീയ പങ്കുവെക്കലുകളും നടത്താൻ കഴിയുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ജർമ്മൻ സഭയിൽ നടക്കുന്ന സിനഡൽ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ അഭ്യർത്ഥന ഉയർന്നത്. എന്നാൽ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന നിലപാടാണ് വത്തിക്കാൻ ആവർത്തിച്ചത്. നൈജീരിയയിലെ പ്ലേറ്റോ, കടുന സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ക്രൈസ്തവ മേഖലകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്ലാമിക ഭീകരർ നടത്തിയ 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 31 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ജൂൺ 21 വൈകിട്ട് പ്ലേറ്റോ സംസ്ഥാനത്തെ ബൊക്കോസ് ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ മുഷേര ഡിസ്ട്രിക്റ്റിലുള്ള കാവേൽ ഗ്രാമത്തിലാണ് ഏറ്റവും വലിയ ആക്രമണമുണ്ടായത്. നൈജീരിയയിലെ പ്ലേറ്റോ, കടുന സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഗ്രാമങ്ങൾക്കെതിരെ നടന്ന 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 31 പേർ കൊല്ലപ്പെട്ടു. പ്ലേറ്റോയിലെ കാവൽ ഗ്രാമത്തിൽ മാത്രം 22 പേരും കടുനായിലെ ഉങ്ങാൻ മഗാജി ഗ്രാമത്തിൽ 9 പേരുമാണ് മരിച്ചത്. ആക്രമണങ്ങൾക്ക് പിന്നിൽ ഫുലാനി ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുമ്പോൾ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ജൂൺ 21 രാത്രി പ്ലേറ്റോ സംസ്ഥാനത്തെ ബൊക്കോസ് മേഖലയിൽ കാവൽ ഗ്രാമത്തിലേക്ക് ആയുധധാരികൾ അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു. വീടുകളെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 17 പുരുഷന്മാർ 5 സ്ത്രീകളും ഉൾപ്പെടുന്നതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നുണ്ട്. ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ കയറിയ ആക്രമികൾ അദ്ദേഹത്തെയും ചികിത്സയിലായിരുന്ന 5 രോഗികളെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രസവത്തിനായി എത്തിയ ഒരു ഗർഭിണി രക്ഷപ്പെട്ടെങ്കിലും കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം ജൂൺ 16 കടുന സംസ്ഥാനത്തെ ഉങ്ങാൻ മഗാജി ഗ്രാമത്തിലും സമാനമായ ആക്രമണം നടന്നു. ഒരു കുടുംബത്തിലെ മരണാനന്തര ചടങ്ങിനായി ആളുകൾ ഒത്തുകൂടിയ സമയത്തായിരുന്നു ആക്രമണം നടന്നത്. കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വർഷങ്ങളായി കടുത്ത ആക്രമണങ്ങൾ നേരിടുന്ന മേഖലയാണ് കടുന പ്ലേറ്റോ അതിർത്തി പ്രദേശങ്ങൾ. ഭൂമിക്കും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള തർക്കങ്ങളാണ് ആക്രമണങ്ങൾക്ക് കാരണമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുമ്പോൾ ക്രൈസ്തവ സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള സംഘടിത ആക്രമണങ്ങളാണിതെന്ന് സഭാ നേതൃത്വങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്ന് പ്രാദേശിക നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊളംബിയയിൽ ഡ്രോൺ ആക്രമണത്തിൽ ക്രൈസ്തവ ദേവാലയം തകർന്നു. സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിരയായി ഒരു 13 വയസ്സുകാരനും കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കൊളംബിയയിൽ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ക്രൈസ്തവ ദേവാലയം തകർന്നു. ആക്രമണത്തിൽ 13 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. 3 വയസ്സുകാരി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഒരു ക്രൈസ്തവ ദേവാലയവും സാധാരണക്കാരുടെ വീടുകളുമാണ് ആക്രമണത്തിൽ തകർന്നത്. സംഭവത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു. കൊളംബിയയിലെ നോർത്ത് ദ സെന്റർഡ പ്രവിശ്യയിലെ ടിബു മുനിസിപ്പാലിറ്റിയിലെ കിലോമീറ്റർ 25 എന്ന ഗ്രാമപ്രദേശത്താണ് ആക്രമണം നടന്നത്. ജൂൺ 18 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ
ബോംബുകൾ ഘടിപ്പിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കൊളംബിയയിൽ മുൻപ് സൈനികരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ബാലൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഭവം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ആരാധനയ്ക്കായി എത്തിയവരെയും സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയാണ്. കൊളംബിയയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സായുധ സംഘർഷങ്ങളുടെ പുതിയ രൂപമായാണ് ഡ്രോൺ ആക്രമണത്തെ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഡ്രോൺ പോലുള്ള ആയുധ സാങ്കേതിക വിദ്യകൾ സാധാരണ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും സമാധാനം ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ വേണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും അന്താരാഷ്ട്ര സംഘടനകളും ആവശ്യപ്പെട്ടു. ഒരിക്കൽ സ്വയം നിരീശ്വരവാദി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇന്ന് കൊളംബിയയുടെ പ്രസിഡന്റ് പദവിയിലേക്ക്. രാഷ്ട്രീയ വിജയത്തിനൊപ്പം തന്റെ വിശ്വാസയാത്രയിലൂടെയും ശ്രദ്ധ നേടുകയാണ് കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് അബെലാർഡോ ദെ ലാ എസ്പ്രിയേല. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അബെലാർഡോ ദെ ലാ എസ്പ്രിയേല തന്റെ വിജയപ്രസംഗം അവസാനിപ്പിച്ചത് ഒരു ശക്തമായ വിശ്വാസ സന്ദേശത്തോടെയായിരുന്നു. ദൈവത്തിന് നന്ദി, ക്രിസ്തു രാജാവിന് നന്ദി, വീവ ക്രിസ്തോരെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒരിക്കൽ സ്വയം നിരീശ്വരവാദി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇന്ന് കൊളംബിയയുടെ പ്രസിഡന്റ് പദവിയിലെത്തുമ്പോൾ രാഷ്ട്രീയ വിജയത്തിനൊപ്പം തന്റെ വിശ്വാസവും പങ്കുവച്ച് ലോകശ്രദ്ധ നേടുകയാണ് ഈ നേതാവ്. ജീവിതത്തിലെ ഒരു വലിയ നഷ്ടം. അതാണ് അബെലാർഡോ ദെ ലാ എസ്പ്രിയേലയുടെ ആത്മീയ യാത്രയ്ക്ക് തുടക്കമായത്. ഏറെ അടുത്ത ഒരാളുടെ മരണത്തിനു ശേഷം ജീവിതത്തെയും ദൈവത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളിലേക്ക് കടന്നുവെന്നും ആ അനുഭവം തന്നെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. ഒരിക്കൽ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിന്നിരുന്ന ദെ ലാ എസ്പ്രിയേല പിന്നീട് പ്രാർത്ഥനയിലേക്കും ദൈവാന്വേഷണത്തിലേക്കും തിരിഞ്ഞു. കുടുംബത്തോടൊപ്പം ജപമാല ചൊല്ലുന്ന ദൃശ്യങ്ങൾ പോലും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും അദ്ദേഹത്തിന്റെ വിശ്വാസം വ്യക്തമായിരുന്നു. കത്തോലിക്ക ദേവാലയങ്ങൾക്ക് സമീപം നിന്ന് പ്രസംഗങ്ങൾ നടത്തുകയും കുടുംബ മൂല്യങ്ങൾ, പാരമ്പര്യ ചിന്തകൾ, സാമൂഹിക ധാർമ്മികത എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കൊളംബിയയുടെ ഭാവി, മൂല്യങ്ങൾ, ധാർമ്മിക ദിശ എന്നിവയെക്കുറിച്ചുള്ള നിർണായക പോരാട്ടമായാണ് തന്റെ തെരഞ്ഞെടുപ്പിനെ ദെ ലാ എസ്പ്രിയേല അവതരിപ്പിച്ചത്. സുരക്ഷ വർദ്ധിപ്പിക്കുക, സർക്കാരിന്റെ വലുപ്പം കുറയ്ക്കുക, പരമ്പരാഗത സാമൂഹിക മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന്റെ പ്രധാന ആധാരങ്ങൾ. ദെ ലാ എസ്പ്രിയേലയുടെ വിജയം കൊളംബിയൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഇതൊരു രാഷ്ട്രീയ വിജയം മാത്രമല്ല, വ്യക്തിപരമായ മാറ്റത്തിന്റെയും വിശ്വാസത്തിലേക്കുള്ള മടങ്ങിവരവിന്റെയും സാക്ഷ്യമാണ്. സോഷ്യൽ മീഡിയയുടെ ലോകം ഉപേക്ഷിച്ച് വൈദികനാകാൻ ഒരുങ്ങി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇൻസ്റ്റഗ്രാമിലെ തനത് ശൈലിയിലുള്ള മലയാളം പറച്ചിലിലൂടെ ലക്ഷക്കണക്കിന് മലയാളി ഹൃദയങ്ങളിൽ കുടിയേറിയ ക്രിസ് എന്ന ക്രിസ്റ്റഫറാണ് ഇനി ഈശോയുടെ സ്വന്തമാകാൻ ഒരുങ്ങുന്നത്. ഇൻസ്റ്റഗ്രാമിലെ തനത് ശൈലിയിലുള്ള മലയാളം പറച്ചിലിലൂടെ ലക്ഷക്കണക്കിന് മലയാളി ഹൃദയങ്ങളിൽ കുടിയേറിയ അമേരിക്കൻ ഇൻഫ്ലുവൻസർ ക്രിസ്റ്റഫർ സോഷ്യൽ മീഡിയയുടെ ലോകമുപേക്ഷിച്ച് വൈദികനാകാൻ ഒരുങ്ങുന്നു. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച യേശുവിനായി ജീവിതം മുഴുവൻ സമർപ്പിക്കുവാനുള്ള തീരുമാനത്തിന് പിന്നിൽ ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനവുമുണ്ടെന്ന് ക്രിസ്റ്റഫർ പറയുന്നു. സോഷ്യൽ മീഡിയയുടെ തിളക്കമുള്ള ലോകത്തുനിന്ന് സെമിനാരിയിലേക്ക് ചുവടുവെക്കുന്ന ഈ അമേരിക്കൻ യുവാവിന് കേരളത്തോടും മലയാള ഭാഷയോടും ഏറെ പ്രത്യേകമായ ബന്ധമാണുള്ളത്. 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള തന്റെ അക്കൗണ്ടിൽ നിന്നുള്ള വരുമാനവും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ചാണ് ഈ 26-കാരൻ സന്യാസ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നത്. ക്യാൻസർ എന്ന മാരക രോഗത്തെ അത്ഭുതകരമായി അതിജീവിച്ച ക്രിസ്റ്റഫർ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെയാണ് ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. കേരളത്തെ ഏറെ ഇഷ്ടപ്പെടുകയും കേരളം നിരവധി തവണ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള ക്രിസ് എന്ന ക്രിസ്റ്റഫർ ഇൻസ്റ്റഗ്രാമിൽ തനതായ ശൈലിയിൽ മലയാളം സംസാരിച്ച് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയം കവർന്നു കഴിഞ്ഞു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്റ്റഫറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ കഠിനമായ പരീക്ഷണം കടന്നുവരുന്നത്. ആദ്യ വീഡിയോ വൈറലായി 1 മാസം കഴിഞ്ഞ് ക്രിസ്റ്റഫറിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. 2024 ഡിസംബറിൽ ഇന്ത്യയിലേക്ക് നടത്തിയ 1 മാസത്തെ യാത്രയ്ക്ക് ശേഷമുള്ള പരിശോധനയിലാണ് രോഗം 4ാം ഘട്ടത്തിലേക്ക് എത്തിയതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള പോരാട്ടത്തിനൊടുവിൽ 2025 ഈസ്റ്ററിന് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു ഇടപെടലും അത്ഭുതവും നടന്നതായി ക്രിസ് സാക്ഷ്യപ്പെടുത്തുന്നു. 2025 നവംബർ മാസമായപ്പോഴേക്കും മെഡിക്കൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ പൂർണ്ണമായും ഭേദമാവുകയും ക്രിസ് ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നിശബ്ദമായി മനസ്സിൽ സംഗ്രഹിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നും, കാരണം സർവശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്നും ക്രിസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ ഒരു പടി കൂടെ കടന്ന് താൻ വൈദികനാകാൻ തയ്യാറെടുക്കുകയാണെന്നും ആ തീരുമാനത്തിനു പിന്നിൽ ജീസസ് യൂത്ത് ചെലുത്തിയ സ്വാധീനം വലുതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ക്രിസ്റ്റഫർ വീണ്ടും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ചികിത്സിച്ച ഡോക്ടർമാർക്കും പ്രാർത്ഥനയോടെ കൂടെ
നിന്ന കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ജീസസ് യൂത്ത് കൂട്ടായ്മയ്ക്കും നന്ദി പറയുന്ന ക്രിസ്റ്റഫർ തന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം യേശു തന്റെ ഉറ്റ കൂട്ടുകാരനാണ് എന്ന തിരിച്ചറിവാണെന്നും കൂട്ടിച്ചേർക്കുന്നു. പരിശുദ്ധ ബൈബിളിലെ പ്രധാന സംഭവങ്ങളും വ്യക്തികളും ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇസ്രായേലിലെ റൂട്ട് 60 പാതയ്ക്ക് ബൈബിൾ ഹൈവേ എന്ന പേര് നൽകാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു. നസ്രത്തിൽ നിന്നും ബെർഷേബയിലേക്ക് നീളുന്ന ഈ പാതയെ മതപൈതൃക വിദ്യാഭ്യാസ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിശുദ്ധ ബൈബിളിലെ പ്രധാന സംഭവങ്ങളും വ്യക്തികളും ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇസ്രായേലിലെ റൂട്ട് 60 പാതയ്ക്ക് ബൈബിൾ ഹൈവേ എന്ന പേര് നൽകുവാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു. നസറത്തിൽ നിന്ന് ബേർഷബയിലേക്ക് നീളുന്ന ഈ പാതയെ മതപൈതൃക വിദ്യാഭ്യാസ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഹെബ്രോൻ, ബത്ലഹേം, ജെറുസലേം, ബഥേൽ, ഷിലോഹ, ഷെക്കേൻ, താബോർമല, നസറത്ത് തുടങ്ങി ബൈബിളിൽ സുപ്രധാന സ്ഥാനമുള്ള നിരവധി പ്രദേശങ്ങളിലൂടെയാണ് ഈ ഹൈവേ കടന്നുപോകുന്നത്. ബൈബിളിലെ ചരിത്ര സംഭവങ്ങൾ നടന്ന ഭൂപ്രദേശങ്ങളെ നേരിട്ട് അനുഭവിക്കുവാനും അവരുടെ ചരിത്രപരമായ പശ്ചാത്തലം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും സന്ദർശകർക്ക് ഈ പദ്ധതി അവസരം നൽകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ക്രൈസ്തവ യഹൂദ പൈതൃകത്തിന്റെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു സംരംഭമായാണ് പദ്ധതിയെ അനുകൂലിക്കുന്നവർ വിശേഷിപ്പിക്കുന്നത്. പുരാവസ്തു കണ്ടെത്തലുകളും ചരിത്രപരമായ തെളിവുകളും ബൈബിളിൽ പരാമർശിക്കുന്ന പല സ്ഥലങ്ങളുടെയും പ്രാധാന്യം ശക്തിപ്പെടുത്തുന്നുവെന്നും പദ്ധതി വിദ്യാഭ്യാസ പൈതൃക പഠനങ്ങൾക്ക് സഹായകരമാകുന്നുവെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രതിവർഷം വിശുദ്ധനാട് സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ കൂടുതൽ ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയിലെ പ്രശസ്ത റൂട്ട് 66 മാതൃകയിൽ മതപരവും സാംസ്കാരികവുമായ ഒരു ടൂറിസം പാത സൃഷ്ടിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ബൈബിൾ പൈതൃകത്തെ ആഗോളതലത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 97-ാം വയസ്സിൽ മെഡ്ജുഗോറിയിലെ പ്രദക്ഷിണീകരണ കുന്നുകയറി കർദിനാൾ ഏർണസ്റ്റ് സിമോണി. മരിയൻ പ്രദക്ഷിണീകരണങ്ങളുടെ 45-ാം വാർഷികത്തിലാണ് ഹൃദയസ്പർശിയായ ഈ തീർത്ഥാടനം. പ്രായത്തിന്റെ പരിമിതികളെ മറികടന്ന് 97-ാം വയസ്സിലും ഒരു കർദിനാൾ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ പതുക്കെ നടന്നു. കൈകളിൽ ജപമാല, ഹൃദയത്തിൽ പ്രാർത്ഥന. ലക്ഷ്യം മെഡ്ജുഗോറിയയിലെ പ്രത്യക്ഷീകരണ കുന്ന്. വിശ്വാസത്തിന്റെ ശക്തമായ സാക്ഷിയായി 97-ാം വയസ്സിലും കർദിനാൾ ഏർണസ്റ്റ് സിമോണി മെഡ്ജുഗോറിയയിലെ പ്രത്യക്ഷീകരണ മല കയറി. മരിയൻ പ്രത്യക്ഷീകരണങ്ങളുടെ 45-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ 24-നായിരുന്നു കർദിനാളിന്റെ തീർത്ഥാടനം. അൽബേനിയൻ കർദിനാളായ സിമോണി പ്രായാധിക്യത്തെ മറികടന്ന് കല്ലുകൾ നിറഞ്ഞ കുന്നിൻ പാതയിലൂടെ നടന്ന് മുകളിലെത്തി. ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികൾ ജപമാല പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഈ പുണ്യസ്ഥലത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർത്ഥാടകരിൽ വലിയ ആത്മീയ പ്രചോദനമായി. 1981 ജൂൺ 24-നാണ് ബോസ്നിയ ഹെർസഗോവിനയിലെ മെഡ്ജുഗോറിയയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ആരംഭിച്ചത്. ഈ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മെഡ്ജുഗോറിയയിലെത്തിയത്. കർദിനാൾ ഏർണസ്റ്റ് സിമോണി കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെ മതപീഡനങ്ങൾ അതിജീവിച്ച കത്തോലിക്ക സഭയിലെ ശ്രദ്ധേയമായ സാക്ഷികളിൽ ഒരാളാണ്. 1956-ൽ വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം പിന്നീട് അൽബേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പിടിയിലായി. 18 വർഷത്തോളം ജയിൽവാസവും നിർബന്ധിത തൊഴിലും അനുഭവിച്ചിട്ടും തന്റെ വൈദിക ദൗത്യം ഉപേക്ഷിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസ സാക്ഷ്യത്തെ മാനിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ 2016-ൽ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.